പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദിവസം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വാർത്തയിലേക്ക്, ഏറ്റവും ചർച്ച ചെയ്ത വാർത്തയിലേക്ക് തന്നെ ആദ്യം വിശദമായി പോവുകയാണ് ന്യൂസ് ലഞ്ച്. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദം മറയ്ക്കാൻ കരുതിക്കൂട്ടി നടത്തിയൊരു നീക്കമെന്നാണ് ഷാഫിക്കെതിരായ പോലീസ് അതിക്രമത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതിനിടെ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസ് വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നു. ഷാഫിയുടേത് ഷോ ആണെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. പേരാമ്പ്ര സംഭവത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ UDF നേതാക്കൾക്കും LDF നേതാക്കൾക്കുമെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ലെന്ന കോഴിക്കോട് റൂറൽ എസ്പിയുടെ വാദത്തിന് പിന്നാലെയാണ് ഷാഫിയെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യം പുറത്തുവന്നത്. പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി UDF പ്രതിഷേധം നടന്നു. കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. കാസർഗോഡ് നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായി. ഷാഫിയെ മർദ്ദിച്ച പോലീസിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമെന്ന് ഷാഫിയെ സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ബൈജു റൂറൽ SPയുടെ പണി ചെയ്താൽ മതി. CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്ത പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് IPS കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട. നിരവധി നേതാക്കൾ ഷാഫി പറമ്പിലിനെ സന്ദർശിച്ചു. പേരാമ്പ്ര സംഘർഷം ശബരിമല കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമെന്ന് KC വേണുഗോപാൽ. ഒരു MPക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു MPക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക, എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇതുകൊണ്ടൊന്നും അയ്യപ്പന്റെ സ്വർണം കെട്ട കേസ് ഇല്ലാതാകില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിയങ്ക ഗാന്ധി ഷാഫിയെ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ തിരക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ തുടങ്ങിയ നേതാക്കളും ഷാഫിയെ സന്ദർശിച്ചു. എന്നാൽ ഷാഫിയുടേത് ഷോ ആണെന്ന് DYFI ആരോപിച്ചു. ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാവാം, കാരണം മൂക്കിൻ്റെ എല്ലിനൊക്കെയുള്ള പിന്നെ അതിൻ്റെ ബലമൊക്കെ നമുക്കറിയാലോ. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരു ജനപ്രതിനിധിക്ക് അടി കിട്ടുന്നത്? ഷാഫി വളരെ ബോധപൂർവം 2026 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി മറികടക്കാൻ നടത്തുന്ന നാടകമാണ്. രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ്. അതുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ, കോഴിക്കോട് DCC പ്രസിഡന്റ് എന്നിവരുൾപ്പെടെ 700 UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘർഷത്തിന്റെ ഭാഗമായി 500 LDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. മൂക്കിന് പരിക്കേറ്റ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഷാഫിക്ക് ഡോക്ടർമാർ 5 ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.